ശ്രീ ദേവൻ രാമേന്ദ്രൻ സാറിനെ ഒരു സ്പീച്ച് നമുക്ക് വേണ്ടി ഒരു സ്പീച്ച് നൽകുന്നതിനായി ക്ഷണിച്ചുള്ളൂ. ഗുഡ് ഈവനിങ്. ചേർത്തല എന്ന് പറയുന്നത് ശരിക്കും എറണാകുളമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. വി ആർ ജസ്റ്റ് ദ സെയിം. ഇറ്റ്സ് ആക്ച്വലി എത്ര കിലോമീറ്റേഴ്സ് ഉണ്ടാവും? ഒരു 45 മിനിറ്റ്സിൻ്റെ ഡ്രൈവ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാനിവിടെ അധികം വന്നിട്ടില്ല. ഐ തിങ്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഒരിക്കലേ ഇവിടെ വന്നിട്ടുള്ളൂ. വാണിനോട് ചോദിച്ചു വന്നിട്ടുണ്ടോ, അപ്പോൾ ഞാൻ ഇല്ലയെന്നാണ് പറഞ്ഞത്. അത് ശരിയല്ല. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 91, 92 ഞാൻ പ്രാക്ടീസ് തുടങ്ങിയത് 91-ലാണ്. എൻ്റെ ഒരു ഓർമ്മ അങ്ങനെയാണ്. 92, 93 ആ സമയത്ത്, അല്ലെങ്കിൽ 91, 92, 93 അന്ന് KG ബാലകൃഷ്ണൻ സാറൊക്കെ ജീവിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ, അദ്ദേഹം എൻ്റെ അച്ഛൻ്റെ ഓഫീസായിട്ട് എന്തോ ഒരു അസോസിയേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനിവിടെ വന്നിട്ട് എനിക്കൊരു ചെറിയൊരു ഓർമ്മയുണ്ട്. പക്ഷെ എനിക്ക് ഈ ഹാളൊന്നും അത്ര ഓർമ്മയില്ല. അതുമായി റിമെമ്പർ ഏതോ ഒരു കോർട്ട് ഹാളിൽ ഞാൻ വന്നിരുന്നു. എവിടെയാണെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. മസ്റ്റ് ബി എ സബ് ജഡ്ജസ് കോർട്ട് ഹാൾ ഓർ സംതിങ്. ഐ ഡോണ്ട് റിമെമ്പർ എക്സാക്ട്ലി. എനിക്ക് അങ്ങനെ ഓർമ്മ കിട്ടുന്നില്ല. ഏതായാലും വെൻ വി കമ്മമറേറ്റ് എ ലോയർ, ഒരു ലോയറിൻ്റെ പേര് നമ്മൾ ഓർത്തെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഓർക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് ശരിക്കും ചെയ്യുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം എപ്പോഴും. അത് ലോയർ മാത്രമല്ല, ആരെയും നമ്മൾ ഒരു കമ്മമറേഷൻ കൊടുക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ വി ആർ ഡൂയിങ് ഇറ്റ് ഫോർ അവർ സെൽസ്. നമ്മളെ തന്നെ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. നമ്മുടെ മുമ്പിലുള്ള റോൾ മോഡൽസിനെ ഓർത്ത് ദേ ബിക്കം ദി പാത്ത് ഫോർ അസ് ടു ഗോ. ആ ഒരു കോൺസെപ്റ്റിൽ തന്നെയാണ് നമ്മൾ മിക്കവാറും എല്ലാ കമ്മമറേഷൻസും നടത്തുന്നത്. അതൊരു ഫോർമാലിറ്റി അല്ല, ഫോർമാലിറ്റി ആവാനും പാടില്ല. ഇപ്പോൾ നമ്മൾ ഒരു മരിച്ചുപോയതോ അല്ലാത്ത ഒരു സീനിയറിനെ നമ്മൾ ഓർക്കുന്ന സമയത്ത് നമ്മൾ അദ്ദേഹത്തിനെ മാത്രമല്ല, വി റെക്കഗ്നൈസ് ആൻഡ് റിമെമ്പർ ദ പാത്ത് ഹി ഹസ് ഓപ്പൺഡ് അപ്പ് ഫോർ അസ്. അവർ നടന്ന വഴി തന്നെയാണ് നമ്മൾ നടക്കാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ നടക്കാൻ ശ്രമിക്കുന്നത്. നമ്മുടേതായിട്ടുള്ള വഴികൾ വെട്ടി തുറക്കുമായിരിക്കാം, അത് വേറെ കാര്യം. ബട്ട് ജനറലി ഓൺ ദി ജൂനിയർ ബാർ എന്ന് പറയുന്ന, വിച്ച് ഐ വാസ് ഓൾസോ, ഐ ഹവ് ബീൻ അറ്റ് ദ ബാർ ഫോർ 35 years നൗ. കുറേ കാലം പോയ പോലെ ഒരു ഫീലിംഗ് ആണ്. പക്ഷേ ഇന്നലെ ആയ പോലെ ഐ റിമെമ്പർ ദ ഡേ ഐ വാസ് എൻറോൾഡ് ഇൻ 1991. അപ്പോൾ 1991 എൻറോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ കണ്ടമാനം റോൾ മോഡൽസില്ല. ഒന്ന് എൻ്റെ അച്ഛൻ തന്നെയായിരുന്നു, ഹു വാസ് മൈ സീനിയർ. അതൊരു വലിയ ഭാഗ്യമായിരുന്നു, ടു ഹാവ് യുവർ ഫാദർ ആസ് യുവർ സീനിയർ ആൻഡ് എൻ എക്സാംപ്ലറി സീനിയർ. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു വഴി നമ്മൾ തുറന്നു കാണുന്നത് അന്ന് അവർ നടന്ന വഴികൾ തന്നെയാണ്. സോ വി തിങ്ക് അവരെ പോലെ ആവണം. അപ്പോൾ എൻ്റെ സീനിയർ എൻ്റെ ഫാദർ ആണെങ്കിൽ പോലും എൻ്റെ ഒരു റോൾ മോഡലായിട്ട് ഞാൻ അന്ന് കണ്ടിരുന്നത്, സീനിയേഴ്സിന് ഓർമ്മയുണ്ടാവും, TRG വാര്യർ, ഗോവിന്ദ വാര്യർ സാറിനായിരുന്നു. വൺ ഓഫ് ദി ഫൈനസ്റ്റ് ലോയേഴ്സ് കേരള ഹാസ് എവർ സീൻ. ഗോവിന്ദ വാര്യർ സാർ എൻ്റെ അച്ഛൻ്റെ ഓൾമോസ്റ്റ് സെയിം പ്രായമൊക്കെ ആണെങ്കിൽ പോലും ഹി വാസ് എ കട്ട് അബൌവ് ദ റെസ്റ്റ്. ഞാനത് പറയാൻ കാരണം, വെൻ ഐ എം ടോക്കിംഗ് അബൌട്ട് എ ലോയർ ഹു ഇസ് എ കട്ട് അബൌവ് ദ റെസ്റ്റ്, ദർ ഇസ് എ റീസൺ ഓൾസോ. അപ്പോൾ നമ്മളൊക്കെ ചെറുപ്പത്തിൽ ലോ കോളേജിൽ നിന്ന് പാസ്സായി വരുമ്പോൾ, അതിനിടയ്ക്ക് ഷൈബി എൻ്റെ ക്ലാസ്മേറ്റുമാണ്. സോ ഐ ഹാവ് എ ക്ലാസ്മേറ്റ് ഇൻ യുവർ പ്രസൻസ്. ഞങ്ങൾ ഒരുമിച്ച് ഒരേ ക്ലാസ്സിൽ ഒരേ കോളേജിൽ പഠിച്ചാണ്, ലോ കോളേജ് എറണാകുളം. അപ്പോൾ നമ്മൾ കോളേജിൽ നിന്ന് വരുന്ന സമയത്ത് വി ഹാവ് സ്റ്റാർസ് ഇൻ യുവർ ഐസ്. ഈ പ്രൊഫഷനിലേക്ക് വരുന്ന സമയത്ത് പലപ്പോഴും ഞാനൊക്കെ സത്യം പറഞ്ഞാൽ ബൈ ചോയ്സ് പ്രൊഫഷനിൽ വന്നതാണ്. അതിൻ്റെ കാരണം, ഞാൻ എൻ്റെ സീനിയർ, എൻ്റെ അച്ഛൻ ജീവിക്കുന്ന രീതി കണ്ട് അത് മെസ്മറൈസ്ഡ് ആയി. ഇത് വളരെ എളുപ്പമുള്ളൊരു ജീവിതമാണെന്നോ വളരെ ഗ്ലാമറസ് ആണെന്നോ വിചാരിച്ച് തുടങ്ങിയതാണ്. ഒരു 2 ദിവസം കൊണ്ട് തന്നെ അത് ഇല്ലാണ്ടായി. എനിക്കിത് എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെട്ടാൽ മതി എന്നായിരുന്നു. പിന്നെ ഓടി രക്ഷപ്പെടാൻ പറ്റാത്ത സാഹചര്യമാണ്. നമുക്ക് വേറൊന്നും അറിയൂല്ല. യു ആർ വെർച്വലി ട്രാപ്ഡ് എന്ന് പറയുന്ന ഒരു 2-3 കൊല്ലം. സീനിയർ അത്യാവശ്യം സ്ട്രിക്റ്റുമായിരുന്നു, അത്യാവശ്യം ഒരു ടാസ്ക് മാസ്റ്ററുമായിരുന്നു. ആകെ കുടുങ്ങാൻ വല്ല പണിക്കും പോകണം. യു ഹാവ് നോ അതർ ഓപ്ഷൻ, അങ്ങനെയായിരുന്നു. പക്ഷേ അവിടെ നമ്മൾ ഈ പ്രൊഫഷനായിട്ട് മുന്നോട്ട് പോയത് സത്യം പറഞ്ഞാൽ ഈ ഇൻസ്പിറേഷൻസ് കാരണമാണ്. വി സോ ഓൾ ദീസ് ബ്രില്യൻറ്റ് ലോയേഴ്സ്. അവരുടെ ഒരു രീതിയും അവരുടെ സ്റ്റൈലും. MN സുകുമാരൻ നായർ സാറിനെ ഞാൻ എപ്പോഴും തലൈവർ എന്നാണ് വിളിക്കുക. ഈസ് ദ രജനീകാന്ത് ഓഫ് ദ ഹൈക്കോർട്ട് എന്ന് പറയും. വൺ ഓഫ് ദ മോസ്റ്റ് സ്റ്റൈലിഷ്, ദ ഫൈനസ്റ്റ് ക്രിമിനൽ ലോയേഴ്സ്, വൺ ഓഫ് ദ മോസ്റ്റ് സ്റ്റൈലിഷ്. അങ്ങനെ കേളു നമ്പ്യാർ സാറ്. സോ വി ഹാവ് സോ മെനി പീപ്പിൾ എഹെഡ് ഓഫ് അസ്. നമ്മുടെ മുമ്പിൽ നമ്മൾ കാണുന്നത്, നമ്മളെ ഇൻസ്പയർ ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാർ അന്ന് കണ്ടമാനം ഉണ്ടായിരുന്നു. ആൻഡ് ആ ഒരു വഴി തന്നെയാണ് നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ ട്രാവേഴ്സ് ചെയ്യാൻ ശ്രമിച്ചത്. വി തോട്ട് വി ആർ ഗോയിങ് ദെയർ വേ. പക്ഷേ ദർ ഇസ് വൺ തിങ്, ഞാൻ കട്ട് അബൌട്ട് ദ റെസ്റ്റ് എന്ന് പറഞ്ഞതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റലൈസ് ചെയ്ത് പറയുകയാണ്. എല്ലാ പ്രൊഫഷനിലും അല്ലെങ്കിൽ എല്ലാ ഫീൽഡിലും നമ്മൾ ഒരു ആളോ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരോ നമ്മൾ വിശേഷമായിട്ട് നമ്മൾ ഓർക്കും. വി ബിലീവ് ദേ ആർ ബെറ്റർ ദാൻ ദ റെസ്റ്റ്, അല്ലേ? ദേ ആർ ദ ബെസ്റ്റ്. ഇപ്പോൾ നമ്മൾ പ്രൊഫഷനിൽ പറയുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കുറച്ച് പേരുകൾ, ദർ ആർ ഹൺഡ്രഡ്സ്, മേ ബി തൗസൻഡ്സ് ഓഫ് ലോയേഴ്സ്.
അതിൽ നിന്ന് നമ്മൾ 1, 2, 3, 4 പേരെടുത്ത് പറയാമെന്ന് എന്തുകൊണ്ടാണെന്ന് എപ്പോഴും നമ്മൾ ആലോചിക്കണം. ഞാനിപ്പോൾ ഈ ഓഗസ്റ്റ് ഗ്യാതറിങ്ങിനോട് ഇന്ത്യയിലെ ഒരു പ്രസിഡൻറ്റിനെ പേരെടുത്ത് പറഞ്ഞാൽ 99% എനിക്കറിയാം ഏതായിരിക്കും ആ പേരെന്നുള്ളത് എനിക്കറിയാം. ഞാൻ ഈ ഗ്യാതറിങ്ങിനോട് ഞാനിവിടെ ഒരു ഇലക്ഷൻ കമ്മീഷണർ ആരാന്ന് ചോദിച്ചാൽ 100% എനിക്കറിയാം ഏത് പേരാണ് നിങ്ങൾ പറയാൻ പോണേന്നുള്ളത്. സോ വാട്ട് റിയലി മേക്സ് ദം ഡിഫറെൻറ്റ്. അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രൊഫഷനിലുള്ള ആൾക്കാർ. നമ്മൾ ഇന്ന് കമമറേറ്റ് ചെയ്യുന്ന ഈ സീനിയറിനെ പറ്റി ആലോചിക്കുമ്പോഴും ദർ ഇസ് സംതിങ് ദാറ്റ് മേക്സ് എം വെരി സ്പെഷ്യൽ, സംതിങ് ദാറ്റ് ഇസ് ഡിഫറെൻറ്റ് ഫ്രം ദി അതേഴ്സ് എന്ന് നമുക്ക് കാണുന്ന കുറേ ക്വാളിറ്റീസ് ഉണ്ടാവണം. നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന കണ്ടമാനം ക്വാളിറ്റീസ് ഉണ്ടാവണം. അതുകൊണ്ടായിരിക്കണം നമുക്ക് അവരെ ഓർക്കുന്നത്. ഇപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഞാൻ ആ AI-നെ ഞാൻ ഡിഫൈൻ ചെയ്യുന്നത് ആൽഗോമെറിറ്റിക് ഇൻ്റലിജൻസ് എന്ന് പറയുന്ന രീതിയിലാണ്. ഇങ്ങനൊരു കാലത്തിൽ നമുക്ക് ചിലപ്പോൾ ആൾക്കാർ പറയുമായിരിക്കും നമുക്കിനി ലോയേഴ്സ് വേണ്ട, യു ഗെറ്റ് ഓൾ ദി ഇൻഫർമേഷൻ ഇൻ ദി ഇൻ്റർനെറ്റ്, പിന്നെ എന്തിനാ വക്കീലന്മാരെന്ന് ചോദിക്കുമായിരിക്കും. ഞാൻ ഹാവ് ഹേർഡ് ദിസ്. ഞാൻ ഈവൻ നാഷണൽ ജുഡീഷ്യൽ അക്കാഡമിയിൽ നമ്മൾ ട്രെയിനിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് വെൻ വി ടോക്ക് പല ജഡ്ജസ് നമ്മളോട് ചോദിക്കുന്ന അതാണ്, ഒരു കാലത്തിന് വക്കീലന്മാരില്ലാണ്ടാവുമോ, പ്രൊഫഷൻ ഓഫ് ലോ വേണ്ടാണ്ടാവുമോ? എൻ്റെ മൈ പേഴ്സണൽ ഒപ്പീനിയൻ ഇസ് സച്ച് എൻ അബ്സേർഡ് തോട്ട്. ബിക്കോസ് നമ്മൾ ഡീൽ ചെയ്യുന്നത് ഹ്യൂമൻ കോൺഫ്ലിക്ട്സും ഹ്യൂമൻ പ്രോബ്ലംസിനെ പറ്റിയാണ്. ഒരു എന്താ പറയുക, ഒരു മെഷീനോ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോ അത് ഒരു കാരണവശാലും ടേക്ക് ഓവർ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളാണ് ആ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. യു കനോട്ട് ലെറ്റ് ദാറ്റ് ഇൻ്റലിജൻസ് ടേക്ക് ഓവർ അസ്. നമ്മുടെ ഇൻ്റലിജൻസിൻ്റെ മുകളിൽ വേറൊരു ഇൻ്റലിജൻസ് ഇംപോസിബിൾ തന്നെയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, എത്ര നിയമം പഠിച്ചാലും നമ്മൾ പഠിക്കുന്ന എല്ലാവരും ഒരേ പാഠപുസ്തകങ്ങളായിരിക്കും. വി ആർ ഓൾ ഇൻ ദ സെയിം. നമ്മൾ പറയുന്ന ക്ലാസ്സസ് ഒന്നായിരിക്കാം, ട്രെയിനിങ് ഒക്കെ സിമിലർ ആയിരിക്കാം. വാട്ട് മേക്സ് എ ലോയർ എ കട്ട് എബവ് ദ റെസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദർ ആർ സർട്ടൻ ട്രിക്സ് ഓഫ് ദ ട്രേഡ്. ആ ട്രിക്സ് ഓഫ് ദ ട്രേഡ്, ആ ഒരു മാജിക് ഡസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഒരു ലോയറിനെ മറ്റൊരു ലോയറിൽ നിന്ന് വ്യത്യാസപ്പെടുത്തുന്നത്. അത് പക്ഷേ നോട്ട് സംതിങ് ദാറ്റ് യു ക്യാൻ ബൈ ഓർ സംതിങ് ദാറ്റ് യു ക്യാൻ വിഷ് യുവർ സെൽഫ് ടു ഹാവ്. ഇത് കണ്ടിന്യൂവസ് പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഇംപ്രൂവ്മെൻറ്റിൻ്റെ ഭാഗമാണ്. പ്രൊഫഷൻ എന്ന് പറയുന്നത്, and listen to me very carefully, the youngsters who are here, I'm glad to see so many girls in front of me. Absolutely happy to see this. Profession ഒരു പുതിയ ട്രാക്ക് അതാണെന്ന് എനിക്കറിയാം. Judges, I think you are now leading us. About 70% are ladies. So I'm really happy to see that. പക്ഷേ നമ്മൾ പ്രൊഫഷൻ എന്ന് പറയുന്നത് സീനിയേഴ്സിനെ ഇരുത്തിക്കൊണ്ട് പറയുമ്പോൾ അധിക പ്രസംഗമാണെങ്കിൽ ക്ഷമിക്കുക. ബട്ട് പ്രൊഫഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂവസ് ബെറ്റർമെൻറ്റാണ്. ഞാൻ നിങ്ങളോട് പറയാണ്, ഞാൻ എൻറോൾ ചെയ്ത 1991-ലാണ്. ഇഫ് ഐ ഷുഡ് ടെൽ യു ടുഡേ ദാറ്റ് ഐ എം ആസ് ഗുഡ് ആസ് ഐ വാസ് ഇൻ 1991 എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ പ്രോഗ്രസ് ആയിട്ട് കാണുമോ അതോ സ്റ്റാഗ്നേഷൻ ആയിട്ട് കാണുമോ? ഇറ്റ്സ് പ്യുവർ സ്റ്റാഗ്നേഷൻ. പക്ഷേ ഇഫ് ഐ എം ഏബിൾ ടു ടെൽ യു ദാറ്റ് ഐ എം എ ബെറ്റർ വേർഷൻ ഓഫ് മൈ സെൽഫ് ടുഡേ ദാൻ ഐ വാസ് യെസ്റ്റർഡേ എന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ സാധിച്ചാൽ, അതെനിക്ക് ക്രോസ് മൈ ഹാർട്ട് ഐ ഷുഡ് ബി ഏബിൾ ടു സേ ദാറ്റ്, ദെൻ ദർ ഇസ് എ ക്ലിയർ പ്രോഗ്രസ്. നമ്മുടെ പ്രൊഫഷനിൽ ഒരു വലിയൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഈവൻ വെൻ യു വർക്ക് ഫോർ യുവർ സീനിയർ, ഈവൻ വെൻ യു ആർ അറ്റാച്ച്ഡ് ടു എ സീനിയർ, you don't work for that senior, you work for yourself. It's a continuous adding of value. നമ്മളെ തന്നെ വാല്യൂ ക്രിയേറ്റ് ചെയ്ത് വാല്യൂ എഡിഷനിൽ കൂടെയാണ് നമ്മൾ നല്ലൊരു പ്രൊഫഷണലായി മാറുന്നത്. നമ്മുടെ സീനിയർ എത്ര തന്നെ വലുതാണെങ്കിലും, എത്ര തന്നെ ബ്രില്യൻ്റ് ആണെങ്കിലും, എത്ര ഇമ്മാക്യുലേറ്റ് ആണെങ്കിലും, നമുക്ക് ആ ലെവലിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ നമുക്കതിനുള്ള കഴിവുണ്ടാവണം. ആ കഴിവെന്ന് പറയുന്നത് നമുക്ക് പൊട്ടൻഷ്യൽ പെർഹാപ്സ് എല്ലാവർക്കും ഈക്വലാണ്. നമ്മുടെ സെറിബ്രൽ സിസ്റ്റംസും നമ്മുടെ ബ്രെയിനിൻ്റെ സൈസൊന്നും വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാവണം എന്നില്ല. പക്ഷേ ഇറ്റ് ഈസ് എ വേ യു അപ്ലൈ ഇറ്റ് ഈസ് എ വേ യു കണ്ടിന്യൂസ്ലി ഹോൺ യുവർ സ്കിൽസ്. ഞാനിത് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഐ സ്പീക്ക് അറ്റ് ഡോക്ടേഴ്സ് കോൺഫറൻസസ് മോർ ദാൻ ലോയേഴ്സ് കോൺഫറൻസസ് ദീസ് ഡേയ്സ്. കണ്ടമാനം ഡോക്ടേഴ്സ് കോൺഫറൻസിൽ എന്നെ വിളിക്കാറുണ്ട്. അവിടെ ഞാൻ പറയാറുണ്ട്, ലൈക്ക് എ സർജൻ വുഡ് ഹോൺ എ സ്കിൽസ്. ഒരു സർജൻ വരുന്നത് ഇയേഴ്സ് ഓഫ് പ്രാക്ടീസിൽ സ്കില്ല് ഹോൺ ചെയ്ത് അതിനെ ബെറ്റർ ചെയ്തിട്ടാണ്. സിമിലർലി നമുക്കൊരു വലിയ റോളുണ്ട്. വി ഹാവ് എ റോൾ ടു അവർ സെൽസ്. നമ്മളെ തന്നെ ബെറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. കാരണം പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫൈനലി ഇറ്റ് ഈസ് യുവർ റെപ്യൂട്ടേഷൻ. നിങ്ങൾ എത്ര ബ്രില്യൻ്റ് ആണെങ്കിലും, അത് ഇവിടുത്തെ സീനിയേഴ്സ് വിൽ വൗച്ച് ഫോർ ഇറ്റ്, നിങ്ങൾ എത്ര ബ്രില്യൻ്റ് ആണെങ്കിലും, നിങ്ങൾ എത്ര നിയമം പഠിച്ചിട്ടുണ്ടെങ്കിലും, അൺലെസ് ദ സൊസൈറ്റി സേസ് യു ആർ എ ഗുഡ് ലോയർ, യു ആർ നോട്ട് എ ഗുഡ് ലോയർ. നിങ്ങൾ എത്ര പഠിച്ചിട്ടില്ല എന്ന് വിചാരിച്ചോളൂ, നിങ്ങൾ അത്ര പ്രിപ്പയർഡ് അല്ലെങ്കിൽ പോലും, അല്ലാന്ന് വിചാരിച്ചാൽ പോലും, പെർസെപ്ഷനലി ഇഫ് ദ സൊസൈറ്റി ബിലീവ്സ് യു ആർ എ ഗ്രേറ്റ് ലോയർ, യു ആർ എ ഗ്രേറ്റ് ലോയർ. നമ്മുടെ റെപ്യൂട്ടേഷനാണ് നമ്മളെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദാറ്റ് ഈസ് വൈ യു സേ ദാറ്റ് ലോയർ ഇസ് ഗ്രേറ്റ് ആൻഡ് ദാറ്റ് ലോയർ ഇസ് നോട്ട് ഗ്രേറ്റ് എന്ന് നമ്മൾ പെർസെപ്ഷനലി റെപ്യൂട്ടേഷൻ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആസ് എ ലോയർ ദി ഓൺലി തിങ് ദാറ്റ് യു ഹാവ് ടു ഡു ടു യുവർ സെൽഫ് ഈസ് ടു ആഡ് വാല്യൂ. പക്ഷേ ഇത് പറയുന്ന സമയത്ത്
സർ, ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ സീനിയേഴ്സ് ആൻഡ് ജൂനിയേഴ്സ്. ഞാനത് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ബെറ്റർമെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദ ഡേ യു ആർ ഇൻ ടു ദ പ്രൊഫഷൻ and the day you stop your profession or you leave this world, whichever it is. Most of the lawyers leave the profession when you leave the world. Beyond that അതില്ലാറില്ല. അപ്പോൾ നമ്മൾ ഇറ്റ്സ് എ കണ്ടിന്യൂസ് ഒരു എഡ്യൂക്കേഷൻ പ്രോസസ്സാണ്. നമ്മൾ തുടങ്ങുന്ന ദിവസം തൊട്ട് അവസാനത്തെ ദിവസം, അത് എപ്പോഴും ആയിക്കോട്ടെ, നമുക്കൊരു കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ പ്രോസസ്സാണ്. ആ പ്രോസസ്സ് എന്ന് പറയുന്ന കണ്ടിന്യൂസ് എവല്യൂഷനാണ്, കണ്ടിന്യൂസ് ബെറ്റർമെൻ്റ് ആണ്, കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ തന്നെ നന്നാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇറ്റ് ഇസ് ആഡിങ് വാല്യൂ ടു യുവർ സെൽഫ്. ഇതൊന്ന് ആലോചിച്ച് നോക്കൂ. വെൻ യു വർക്ക് ഫോർ എ സീനിയർ, ഇഫ് യു ബിലീവ് ദാറ്റ്, ഇപ്പോൾ അവിടെ വന്നിട്ട് സീനിയർ പറയാണ് ഒരു പാസ് ഓവർ ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞ് നിങ്ങൾ പാസ് ഓവർ ചോദിച്ച് വൈകുന്നേരം പോയി നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ യു ആർ ഡൂയിങ് എ ഡിസർവിസ് ടു യുവർ സെൽഫ്. ബിക്കോസ് ഇംഗ്ലീഷിലൊരു എഫറിസം ഉണ്ട്, ഒരു പ്രൊവേർബ് ഉണ്ട്, ഫസ്റ്റ് ഡിസേർവ് ആൻഡ് ദെൻ ഡിസയർ എന്ന് പറയുന്ന ഒരു പ്രൊവേർബ് ഉണ്ട്. ഫസ്റ്റ് ഡിസേർവ് ദെൻ ഡിസയർ. അപ്പം നമ്മളെ you have to equip ourselves to that level that when an opportunity comes knocking on us, നമുക്ക് ആ ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കാൻ സാധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് അറിയോ, നമ്മളിങ്ങനെ സ്റ്റാഗ്നേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു വലിയ ഓപ്പർച്യൂണിറ്റി വന്നാൽ that opportunity will not help you, that opportunity will destroy you, because ആ ഓപ്പർച്യൂണിറ്റിക്ക് പറ്റിയ എക്യുപ്മെൻറ്റ് നമ്മുടെ കയ്യിലില്ലെങ്കിൽ നാച്ചുറലി നമ്മളത് ഫെയിൽ ചെയ്യുക, you will be found wanting. Now സീനിയേഴ്സിൻ്റെ സമയത്ത് ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ they have shown with their life what it means to be ready, what it means to be deserving, what it means to be excellent. അപ്പോൾ എക്സലൻസ് കാണുന്ന നമ്മളൊരു സീനിയറിനെ നമ്മൾ കണ്ട് നമ്മൾ ഇൻസ്പയർഡ് ആകുമ്പോഴാണ് സത്യം പറഞ്ഞാൽ നമുക്ക് നമ്മളെ തന്നെ ഒരു ലെവലിൽ അപ്പ് ദി ആൻറ്റെ എന്ന് പറയുന്ന പോലെ നമ്മുടെ ലെവൽ കൂട്ടാൻ നമുക്ക് എപ്പോഴും പ്രചോദനം വരുന്നത്. അതിന് കാരണം എന്താണെന്നറിയോ? ഐ വിൽ കം ടു ദ നെക്സ്റ്റ് point of philosophy which I believe and which I have always grown up with, that you are never in competition with another. ഈ പ്രൊഫഷണൽ ആയിക്കോട്ടെ, ലൈഫ് ആയിക്കോട്ടെ. ജോർജ് ബെർണാഡ് ഷോയുടെ ഒരു ഫേമസ് ഒരു കൊട്ടേഷൻ ഉണ്ട്. ഹി സെഡ്, ഇഫ് യു ആർ ഇൻ എ റാറ്റ് റേസ്, ഈവൺ ഇഫ് യു വിൻ, യു ആർ എ റാറ്റ് എന്ന് ജോർജ് ബെർണാഡ് ഷോ പറഞ്ഞിട്ടുണ്ട്. സോ യു ഷുഡ് നെവർ ബി, വി ആർ നെവർ ഇൻ എ റാറ്റ് റേസ്, ബട്ട് യു ആർ ഇൻ എ കോമ്പറ്റീഷൻ. യു ആർ സർട്ടൻലി ഇൻ കോമ്പറ്റീഷൻ. ആ കോമ്പറ്റീഷൻ നമ്മളോട് തന്നെയാണ്, ദ കോമ്പറ്റീഷൻ ടു യുവർ സെൽഫ്. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, സപ്പോസ് ഐ എം ഇൻ കോമ്പറ്റീഷൻ വിത്ത് ജോയ്, ഈസ് എ വെരി ഗ്രേറ്റ് ഫ്രണ്ട് ഓഫ് മൈൻ. എന്നെ പറ്റി പറഞ്ഞൊക്കെ എന്നെ I don't know, tomorrow you will not get an order, certainly ഒരു കാര്യമാണ്. സോ ജോയ്, ഇപ്പം ഇഫ് ഐ എം ഇൻ കോമ്പറ്റീഷൻ വിത്ത് ജോയ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യുന്നു, എൻ്റെ കോമ്പറ്റീഷൻ ജോയുടെ മാത്രമാണെങ്കിൽ ദ ഡേ ഐ ഓവർടേക്ക് ഹിം, എൻ്റെ ലൈഫിലെ മിഷനിലുണ്ടാവും. അങ്ങനെയല്ല പ്രൊഫഷൻ എന്ന് പറയുന്നത്. യു ആർ ഇൻ കോമ്പറ്റീഷൻ വിത്ത് യുവർ സെൽഫ്. നമ്മുടെ ഏറ്റവും നല്ല വേർഷൻ കണ്ടുപിടിക്കുക. അത് ചിലപ്പോൾ നിങ്ങളുടെ അവസാനത്തെ ദിവസമായിരിക്കും ഇവിടെ, അതായിരിക്കും പെർഹാപ്സ് യുവർ ബെസ്റ്റ് വേർഷൻ. ആൻഡ് ഇഫ് ദാറ്റ് ഈസ് യുവർ ബെസ്റ്റ് വേർഷൻ, then it is really you are adding value to yourself. കാരണം വാല്യൂ എഡിഷൻ എന്ന് പറയുമല്ലോ, നമ്മൾ ഈ ഇൻപുട്ട് ടാക്സ് ഒക്കെ പറയുന്ന സമയത്ത് വാല്യൂ ആഡ് ചെയ്തിട്ടാണ് അതിനെ നമ്മൾ വലുതാക്കി കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രൊഫഷൻ എന്ന് പറയുന്നത്. പ്രൊഫഷനിൽ കോംപ്ലസൻസി ഇല്ല. ഞാൻ ഇത്രയൊക്കെ ആയല്ലോ, ഇത് മതി. ഇവിടെ മുമ്പിലിരിക്കുന്ന ഒരു സീനിയറും അത് പറയില്ല. ഐ ഹാവ് നൗ സ്പെൻഡ്, എനിക്ക് 50 കൊല്ലം 60 കൊല്ലം ഞാൻ പ്രാക്ടീസ് ചെയ്തു, ഇത് മതി എന്ന് വിശ്വസിക്കുന്ന ഒരാൾ പോലും ഞാൻ ആ സീനിയർ ലെവലിൽ കാണാൻ സാധ്യതയില്ല. കാരണം അവർക്കറിയാം അവരെത്തിയിരിക്കുന്നത് അവരെത്തേണ്ട പൊട്ടൻഷ്യലിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ദേ ആർ നോവെയർ ഇൻ ദെയർ അൾട്ടിമേറ്റ് പൊട്ടൻഷ്യൽ വിച്ച് വിൽ കീപ്പ് ഓൺ ഇവോൾവിങ്, വിച്ച് വിൽ കീപ്പ് ഓൺ ഇൻക്രീസിങ് ആസ് യു ഗോ അലോങ്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ പ്രൊഫഷൻ എടുക്കേണ്ടത്. അത് തന്നെയാണ് നമ്മുടെ സീനിയേഴ്സ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. കണ്ടിന്യൂസ്ലി ഇവോൾവ്, കണ്ടിന്യൂസ്ലി ബെറ്റർ, കണ്ടിന്യൂസ്ലി വർക്ക് ഫോർ യുവർ സെൽഫ്, ആഡ് വാല്യൂ ടു യുവർ സെൽഫ്. അതിൽ നമ്മൾ പ്രാക്ടീസ് തുടങ്ങുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഒരു കാര്യം എൻ്റെ സീനിയേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ട്, ആൻഡ് വിച്ച് ഇസ് ആബ്സല്യൂട്ട്ലി ട്രൂ. എൻ്റെ ലൈഫ് വെച്ച് എനിക്കത് മനസ്സിലാവുന്ന ഒരു കാര്യം. നമുക്കൊരു പ്രോബ്ലം നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞ്, ഇത് മൂട്ട് കോട്ട് കാലം തൊട്ടേ ഞാൻ കേൾക്കുന്ന ഒരു കാര്യമാണ്, വിച്ച് ഐ നൗ ടെൽ ദി നെക്സ്റ്റ് ജനറേഷൻ ഓഫ് സ്റ്റുഡൻസ് വെൻ ഐ ഗോ ടു ദം. നമുക്കൊരു പ്രോബ്ലം നമ്മുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ, ആ പ്രോബ്ലത്തിനെ നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ഫസ്റ്റ് ടൈം അനലൈസ് ചെയ്യുമ്പോൾ യു ഗെറ്റ് വൺ സൊല്യൂഷൻ. പ്ലീസ് അനലൈസ് ഇറ്റ് അഗെയിൻ, ആൻഡ് ഐ എം സ്പീക്കിംഗ് മോർ ടു ദി ജൂനിയർ ബാർ. Please analyze it again. You will get a second solution. Believe me. You analyze it the third time, മൂന്നാമത്തെ സൊല്യൂഷൻ വരും. 10 പ്രാവശ്യം അനലൈസ് ചെയ്ത് നോക്കൂ, 10 സൊല്യൂഷൻസ് കിട്ടും. അപ്പോൾ എന്നോട് ചോദിക്കും, അങ്ങനെ 10 സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ പിന്നെ എന്താ അർത്ഥമുള്ളതെന്ന് ചോദിക്കും. ഐ വിൽ ടെൽ യു. ദിസ് ഈസ് വാട്ട് മേക്സ് എ ലോയർ എ ദ ബെറ്റർ ലോയർ. നമുക്ക് വരുന്ന ഓൾട്ടർനേറ്റീവ്സിൽ there are 5 alternatives എൻ്റെ മുമ്പിൽ നിന്ന് വയ്ക്കുക, ഓർ 4 എന്ന് വെച്ചോളൂ. ഐ ക്യാൻ ഗോ ഫോർവേഡ്, ഐ ക്യാൻ ഗോ റിവേഴ്സ്, ഐ ക്യാൻ ഗോ ലെഫ്റ്റ്, ഐ ക്യാൻ ഗോ റൈറ്റ് എന്നുള്ള 4 ഓൾട്ടർനേറ്റീവ്സ് എൻ്റെ മുമ്പിലുണ്ടെങ്കിൽ എൻ്റെ ക്ലയൻറ്റിന് ഏറ്റവും എഫിക്കേഷ്യസ് ആയിട്ട്, ഏറ്റവും എഫക്റ്റീവായിട്ട് ഞാൻ ഏത് റോഡ് എടുക്കുന്നുവോ അതാണ്. ഈ 4 റോഡും പോസിബിൾ റോഡ്സാണ്.
പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദിസ്. ഇതൊന്നും നിങ്ങൾക്ക് ഇമ്പോസിബിൾ റോഡ്സ് അല്ല. ആ സൊല്യൂഷൻ, ആ പ്രോബ്ലത്തിന് ഈ 4 റോഡ്സും നിങ്ങൾക്ക് സൊല്യൂഷൻ തരും. യാതൊരു സംശയമില്ലാത്ത കാര്യമായിരിക്കും. വെൻ യു അനലൈസ് ദറ്റ് 4 റോഡ്സ്, ആ 4 റോഡ്സ്, ആ 4 റൂട്ട്സ് ദാറ്റ് യു ഗെറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യു, നിങ്ങളുടെ നമ്മുടെ കഴിവെന്ന് പറയുന്നത് ആ 4 ഏതാണ് മോസ്റ്റ് എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളതാണ്. അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു ലോയറാണ് കട്ട് അബൌട്ട് ദ റെസ്റ്റ് എന്ന് പറയുന്നത്. കാരണം മറ്റേ 4 റൂട്ടുള്ള ആൾക്ക് നിങ്ങൾക്ക് ഏത് 4 റൂട്ട് ഉപയോഗിക്കാം. ബിക്കോസ് യു വിൽ നോ ഫൈനലി ഐ വിൽ റീച്ച് ദെയർ. അപ്പോൾ ഞാനിപ്പോൾ ചേർത്തലേക്ക് വരുന്ന സമയത്ത് ഞാൻ നാഷണൽ ഹൈവേ വഴി വരണോ, എംസ് റോഡിൽ കയറണോ, അവിടെ കുഴിയും വർക്കൊക്കെ നടക്കുന്നു. സോ ഷുഡ് ഐ കം ദാറ്റ് വേ ഓർ ഷുഡ് ഐ ടേക്ക് ദിസ് റൂട്ട് വിച്ച് വിൽ ഐ റീച്ച് ഫാസ്റ്റർ എന്ന് ഞാൻ മനസ്സിലാക്കി ആ റൂട്ട് ഞാൻ എടുക്കുകയാണെങ്കിൽ ഐ സർട്ടൻലി വിൽ റീച്ച് ഫാസ്റ്റർ. സോ ക്ലയൻറ്റിൻ്റെ എക്സ്പീരിയൻസ് എന്താണോ, കാരണം ആസ് ഫാർ ആസ് എ ക്ലയൻറ്റ് ഇസ് കൺസേൺഡ്, നമ്മൾ കോടതിയിൽ നടക്കുന്നതോ നമ്മുടെ ഈ പറയുന്ന വലിയ എസോട്ടറിക് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് ഒന്നും അവർക്ക് താല്പര്യമില്ല. ഫോർ ദെം ഇറ്റ് ഇസ് എ റിസൾട്ട് ദാറ്റ് ദേ വാണ്ട്. അത് ഇന്നത്തെ കാലത്ത് വളരെ വളരെ എവിഡൻറ്റുമാണ്. ഞാൻ പ്രാക്ടീസ് തുടങ്ങുന്ന സമയത്ത് ഐ റിമെമ്പർ എ ക്ലയൻറ്റ് വാസ് മൈ ഫാദേഴ്സ് ക്ലയൻറ്റ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം മരിക്കുന്നത് വരെ അദ്ദേഹം എൻ്റെ അച്ഛൻ്റെ ക്ലയൻറ്റായിരുന്നു. ഒരു ക്ലയൻറ്റിന് ഒരു ലോയർ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ തുടങ്ങിയത്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് രാവിലെ ഒരു ലോയറാണെങ്കിൽ ഉച്ചയ്ക്ക് ആൾ വേറെ ലോയറിനെ വേണമെങ്കിൽ വയ്ക്കും, വൈകുന്നേരം ചിലപ്പോൾ വേറെ 2 ലോയേഴ്സിനെ കൊണ്ടുവന്ന് കയറ്റുമായിരിക്കും. സോ ദിസ് ഇസ് ദ വേ ദ ലോയേഴ്സ് ആർ നൗ ബീങ് ഷഫിൾഡ് അറൗണ്ട്. അത് ഞാനിപ്പോൾ പ്രൊഫഷണലി കാണുന്നുമുണ്ട്. സോ ദിസ് ഈസ് വൈ നമുക്ക് നമ്മുടെ ആ ഒരു വാല്യൂ എന്ന് പറയുന്നതാണ് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നത്. ദിസ് ഈസ് വാട്ട് ദ ക്ലയൻസ് വാണ്ട്. ക്ലയൻസിന് നമ്മൾ വലിയ വലിയ വാക്കുകൾ ഉപയോഗിച്ചൊന്നോ വലിയ വലിയ ആർഗ്യുമെൻ്റ് നടത്തുന്നോ അവർക്ക് താല്പര്യമില്ല. ദേ വാണ്ട് ദ റിസൾട്ട്സ് ആൻഡ് ദേ ഡോണ്ട് കെയർ ഹൗ യു ഗെറ്റ് ദ റിസൾട്ട്. നമുക്കത് എത്തിക്കലി, നമുക്കത് ഓണസ്റ്റായിട്ട് കൊണ്ട്, റെക്റ്റിറ്റ്യൂഡ് കൊണ്ട്, നമ്മൾ എല്ലാ വാല്യൂ സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് ഇഫ് യു ആർ ഏബിൾ ടു ഗിവ് ദം എ റിസൾട്ട് വിച്ച് ദേ വാണ്ട് but which you can be sure to yourself is being something that you have garnered by ethicality, that would be the best way forward. അതാണ് നമ്മൾ സീനിയേഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ ഈ കമമറേറ്റ് ചെയ്യുന്ന മിക്കവാറും ആൾക്കാരുടെ ലൈഫ് നമ്മൾ നോക്കുകയാണെങ്കിൽ they would have taken a path which was not very easy, but they have left their life, they have left their their footprints in the sands of time എന്ന് പറയുന്നത് പോലെ they have left it for us to follow and to be impressed and to be എന്താ പറയുക, ആ ഒരു ഇതാണ് നമ്മൾ സീനിയേഴ്സിൽ നമ്മൾ എപ്പോഴും കാണുന്നത്. സോ ദിസ് ഈസ് വാട്ട് ഐ ഹാവ് സീൻ ഇൻ മൈ സീനിയേഴ്സ്. വാട്ട് ഐ ഹവ് ടോൾഡ് യു ടുഡേ ഇസ് നത്തിങ് ബട്ട് വാട്ട് ഐ ഹവ് ഗാർണർഡ് ത്രൂ മൈ ലൈഫ്. നമ്മൾ സീനിയർ എന്ന് പറയുന്ന സമയത്ത് അത് വെറും ഒരു സീനിയർ അല്ല. നമ്മൾ കാണുന്ന സീനിയർ ഈസ് സംബഡി ഹൂ ക്യാൻ റിയലി ഇൻസ്പയർ യു. ആ ഒരു ഇൻസ്പിറേഷൻ കോഷ്യൻ്റ് എന്ന് പറയുന്നതാണ് ഒരു സീനിയറിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. ഇന്നിപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടെ ഇരിക്കുന്നതും ജോയ് പറഞ്ഞതനുസരിച്ചിട്ടാണെങ്കിൽ ഞാൻ ഇദ്ദേഹത്തിനെ ഞാൻ പരിചയപ്പെട്ടിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഐ എം നോട്ട് ഷുവർ ഇഫ് ഐ മെറ്റ് ഹിം അറ്റ് ഓൾ. ബട്ട് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് നിങ്ങളുടെയൊക്കെ ഒരു ഹാർട്ടിലുള്ള അദ്ദേഹത്തിനോടുള്ള ഒരു ആദരവെന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഹീ വാസ് എ ലോയർ, ഇറ്റ് ഈസ് ബിക്കോസ് ഹീ ഷോഡ് യു ഹൗ ടു ബി എ ലോയർ, ഹൗ ടു ബി എൻ ആഡ്വക്കേറ്റ് ആയത് മാത്രമല്ല, ഹൗ ടു ബി എ ഗുഡ് ആഡ്വക്കേറ്റ്, ഹൗ ടു ബി എ ഗുഡ് മാൻ, ഹൗ ടു ലീവ് എ ലൈഫ് ദാറ്റ് വാസ് വർത്ത് ലിവിങ്, ദാറ്റ് വാസ് വെൽ ലിവ്ഡ് എന്ന് പറയുന്നതാണ് നമ്മൾ ഇന്ന് അദ്ദേഹത്തിൽ കാണുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കമ്മമറേറ്റ് ചെയ്യാൻ നമ്മളിന്ന് തീരുമാനിച്ചിരിക്കുന്നത്. സോ ദിസ് ഇസ് എ റിയലി എ വണ്ടർഫുൾ മൂമെൻറ്റ് ഫോർ മീ. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമുണ്ട്. മോസ്റ്റ് ഓഫ് ദ ടൈം വെൻ ഐ സ്പീക്ക് ലൈക്ക് ദിസ് പീപ്പിൾ ആസ്ക് മീ, ഇന്ന് ഒരു ഡീജനറേഷൻ ഇല്ലേ, പ്രൊഫഷൻ നശിച്ചു പോവല്ലേ, ഈസ് ഇറ്റ് നോട്ട് ഡീജനറേറ്റിംഗ്? ഐ ഹാവ് എ വെരി ക്ലിയർ ടേക്ക് ഓൺ ദിസ്. ഞാൻ പ്രാക്ടീസ് തുടങ്ങിയത് 1991 ഞാൻ പറഞ്ഞല്ലോ, മൈ ഫാദർ വാസ് മൈ സീനിയർ. ഐ റിമെമ്പർ മൈ ഫാദർ ടെല്ലിങ് മീ, അച്ഛൻ തുടങ്ങിയത് 1966 ജസ്റ്റിസ് വി ആർ കൃഷ്ണസ്വാമിയുടെ ഒപ്പം. അപ്പോൾ അച്ഛൻ പറയും 1966 ഒരു നല്ല കാലമായിരുന്നു, വാട്ട് വണ്ടർഫുൾ തിങ്, 1991 ഒക്കെ മഹാമോശം എന്ന് പറയും. എൻ്റെ മകൻ 4 കൊല്ലം മുമ്പ് എൻറോൾ ചെയ്തു. സോ ഐ എൻറോൾഡ് 2018 or 19 ഞാനാണ് എൻറോൾ ചെയ്തത്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, 1991 ഒരു കാലമായിരുന്നു, 2018-19 ഒക്കെ മഹാമോശം. When his son becomes a lawyer, maybe in another 20 years or 30 years, my son will tell of what you are doing that you will be proud of. അല്ലാന്നുണ്ടെങ്കിൽ you will simply go on the sidelight and the cut above the rest എന്ന് പറയുന്ന സീനിയേഴ്സും അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരും നിങ്ങളെ മാർച്ച് ചെയ്ത് മുന്നോട്ട് പോകും. ഞാൻ അതാ പറഞ്ഞത്, യു ആർ നോട്ട് ഇൻ എ റേസ് വിത്ത് another. നിങ്ങൾ ഓടുന്ന സമയത്ത് നിങ്ങളുടെ മുമ്പിൽ ആരാ നോക്കണ്ട, നിങ്ങളുടെ സൈഡിൽ ആരാ നോക്കണ്ട, നിങ്ങളുടെ ബാക്കിൽ ആരാ നോക്കണ്ട. യു റൺ ഫോർ യുവർ സെൽഫ്, യു റൺ ആസ് ഫാസ്റ്റ് ആസ് യു ക്യാൻ, യു റൺ ആസ് എഫക്റ്റീവ് ആസ് യു ക്യാൻ. ആൻഡ് അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങളുടെ കോമ്പറ്റീഷൻ നിങ്ങളോട് മാത്രമാവുമ്പോൾ that is an unending competition. It's a competition which will end only when you end yourself, not before that. That is what you should be looking at as a profession. നമ്മുടെ പ്രൊഫഷൻ വെറുതെ പറയുന്നതല്ല, ഇറ്റ്സ് എ നോബിൾ പ്രൊഫഷൻ എന്ന് പറയുന്നത് വെറുതെ കൊണ്ടല്ല. വി ആർ ലിവിങ് ഫോർ അതേഴ്സ്, ദാറ്റ് ഈസ് വൈ ഇറ്റ് ഇസ് എ നോബിൾ പ്രൊഫഷൻ. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യവും നമുക്ക് വേണ്ടിയിട്ടല്ല. പൈസ കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കുമായിരിക്കും, യു മൈറ്റ് തിങ്ക് ദാറ്റ് യു ആർ ഗെറ്റിംഗ് എ ഫീ, ബട്ട് ദാറ്റ് ഈസ് ഇറലവൻറ്റ് ആൻഡ് ദാറ്റ് ഈസ് സെക്കൻഡറി. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യം, വി ആർ നേഷൻ ബിൽഡേഴ്സ്, ബിക്കോസ്
വി ആർ ലിവിങ് ഫോർ അനദർ. മറ്റൊരാളുടെ ടിയർ, മറ്റൊരാളുടെ വിഷമം കാണുക എന്നുള്ളത്, ആ എമ്പതിയോടുകൂടി അതിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ലോയർ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം. നിങ്ങളെ തേടി വരുന്നൊരു ഒരു ക്ലയൻറ്റ് വേറെ ലോയർ ലോകത്തില്ലാത്തതുകൊണ്ടല്ല, ഗോഡ്സ് ഡിസൈനാണത്. കാസർഗോഡ് ഇരിക്കുന്ന ഒരു ക്ലയൻറ്റ് എന്നെ തേടി എറണാകുളത്ത് വരണമെങ്കിൽ ദാറ്റ്സ് എ ഗോഡ്സ് ഡിസൈൻ. അത് എൻ്റെ കഴിവാവണം എന്നില്ല. ഇറ്റ് കുഡ് ബി ബിക്കോസ് ഓഫ് എ ഡിസൈൻ ദാറ്റ് ഇസ് ഓൾറെഡി കോസ്മിക്കലി എൻറ്റെയിൽഡ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് നമ്മുടെ റെസ്പോൺസിബിലിറ്റി അത്ര ഹൈ ആവുന്നത്. നമ്മുടെ ഫേമസ് ടാഗ് ലൈൻ, നമ്മുടെ സ്പൈഡർമാൻ ടാഗ് ലൈൻ, വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. വി ഹാവ് എ ലോട്ട് ഓഫ് പവർ, വി ഹാവ് ദെയർഫോർ വി ആർ എക്സ്പെക്റ്റഡ് ടു ഹാവ് എ ലോട്ട് ഓഫ് റെസ്പോൺസിബിലിറ്റി. അവേഴ്സ് ഇസ് വൺ ഓഫ് ദ ഫൈനസ്റ്റ് പ്രൊഫഷൻസ്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, നമ്മുടെ പ്രൊഫഷനെക്കാട്ടിലും അല്ലെങ്കിൽ ഈക്വൽ ആണെന്ന് എനിക്ക് തോന്നുന്ന ഒരു പ്രൊഫഷൻ മെഡിക്കൽ പ്രൊഫഷൻ മാത്രമാണ്. അവർ പ്രൊഫഷൻ റിക്വയർസ് ദ കൈൻഡ് ഓഫ് ഡെഡിക്കേഷൻ ആൻഡ് കമ്മിറ്റ്മെൻറ്റ് വിച്ച് ഇസ് അൺപാരലൽഡ് ഇൻ എനി അതർ പ്രൊഫഷൻ. നിങ്ങൾ ചെയ്യുന്ന ഓരോന്നും മറ്റൊരാളുടെ ലൈഫ് വെച്ചിട്ടാണ്. You are touching the lives of others, and therefore your responsibility is also very, very high. Do it well. It is not that somebody else will praise you. It is just that you will be able to sleep better this night. And I hope you will be able to do that every night of yours. Because ഞാനിത് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, when you like what you're doing, when your passion becomes your work, that becomes your calling, you will never work in your life. ഞാൻ തമാശയ്ക്ക് തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ സീനിയർ എന്നെ ടെററൈസ് ചെയ്യുന്നൊക്കെ പറഞ്ഞുവെങ്കിലും ഐ ടെൽ യു, ഫോർ ദ ലാസ്റ്റ് 35 years I have never worked. I have lived my passion. I have lived what I love to do all my life. എനിക്ക് ഇതല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ അറിയൂല. വേറെ എന്തെങ്കിലും കൊണ്ട് ഇട്ടിരുന്നെങ്കിൽ ഐ വുഡ് ബീൻ എ കംപ്ലീറ്റ് ഫ്ലോപ്പ്. ഇപ്പോൾ ഫ്ലോപ്പ് അല്ല എന്നല്ല, ബട്ട് ഐ വുഡ് ഹാവ് ബീൻ എ ടോട്ടൽ ഫ്ലോപ്പ് ഇൻ ദാറ്റ്. അത് എനിക്ക് തന്നെ പറയാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ വെൻ യു ആർ ഏബിൾ ടു ഡു സംതിങ് ദാറ്റ് യു എൻജോയ് ആൻഡ് ഡു, എൻജോയ് ഇറ്റ്, passionate about it, you will never have to work in your life. That is the only prayer that I have for everybody sitting here and every other lawyer, every other brother of mine and sister of mine. May you never work in your life. May you always be passionate. May you really enjoy every moment you spend in this remarkable and marvelous profession, which I think rates at the highest everywhere in the world. Thank you so very much, and it's been a great pleasure. ഇത് ആദ്യമായിട്ടാണെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് തന്നെ it's been a great pleasure. തൊട്ടടുത്തുണ്ടായിട്ട് പോലും ഇത്രയും കാലം ഇവിടെ എത്താൻ എടുത്തു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പെർഹാപ്സ് ഇറ്റ് ഈസ് മൈ ഫെയിലിംഗ്. ബട്ട് അതിന് വേദി ഒരുക്കി തന്ന എവറി വൺ ഓഫ് യു ആൻഡ് ജോയ് ആൻഡ് ദിസ് ടീം, ഐ റിയലി ഷുഡ് താങ്ക് യു. പല പ്രാവശ്യം വരാൻ ശ്രമിച്ച് വരാൻ പറ്റാത്തത്, എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ എന്ന് പറയുന്ന പോലെയാണ്. ഐ വാസ് ട്രൈങ് ടു കം ഹിയർ ഫോർ ദിസ് പെർട്ടിക്കുലർ ഇവൻറ്റ്. ജോയ് ഒരു 4, 5, 6 പ്രാവശ്യം ഡേറ്റ് മാറ്റിക്കഴിഞ്ഞു. ഇത്തവണ ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ ജോയ് വുഡ് ഹാവ് പോസിബിളി ക്രാഷ്ഡ് ഇൻ ടു മൈ ചേംബേഴ്സ് ആൻഡ് ഇറ്റ് വുഡ് ഹാവ് ബീൻ എ ഡിഫിക്കൽട്ട് ടൈം ഫോർ മീ. അതുകൊണ്ട് ഓടി വന്നതാണ്. ഏതായാലും ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. താങ്ക് യു സോ മച്ച്. ബ്രില്യൻ ബാർ ആൻഡ് ചേർത്തല ഈസ് ഓൾവേസ് ബീൻ വൺ ഓഫ് ദ ഫൈനസ്റ്റ്. ജോയ് പറഞ്ഞ ഒരു അനക്ഡോട്ട് എനിക്കറിയില്ല. 3 ദിവസത്തെ ഡിലേക്ക് നിങ്ങൾ 3 ദിവസം മാറുകയാണെങ്കിൽ ഐ ഡോണ്ട് വാണ്ട് ടു ബി എ ജഡ്ജ്. സിസ്റ്റർ, ഐ കൺഗ്രാജുലേറ്റ് യു ഫോർ ദാറ്റ്. ഏതായാലും ഞങ്ങളുടെ മുമ്പിൽ, ഹൈക്കോടതിയിലെ ഞങ്ങളുടെ മുമ്പിൽ, എൻ്റെയൊക്കെ മുമ്പിൽ ഒരു 150 ദിവസത്തെ ഡിലേ ആരെങ്കിലും കണ്ടുകൊണ്ട് അപ്പോസ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഹി വിൽ ബി ഷോൺ ദ ഡോർ, ഇമ്മീഡിയറ്റ്ലി തള്ളി കൊടുക്കുക മതി. സോ ദെയർഫോർ the profession is evolving. I'm sure they will also see better days ahead. So I hope that you will have a great time ahead, and I wish every one of you Godspeed in what you do in future. Thank you so very much. താങ്ക് യു വെരി മച്ച് സാർ. അടുത്തതായി നമ്മളുടെ ഈ ഒരു വേദിയിലേക്ക് ആശംസ നൽകുന്നതിനായി നമ്മളുടെ അഡീഷണൽ ഡിസ്ട്രിക്ട് ജഡ്ജ് വാണി മാഡത്തെ ക്ഷണിച്ചുള്ളൂ. ഗുഡ് ഈവനിങ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അഡ്വക്കേറ്റ് തോമസ് ജോസഫ്, ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജ് ഓണറബിൾ മിസ്റ്റർ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ, ഈ യോഗത്തിൽ അഡ്വക്കേറ്റ് CJ വർഗീസിനെ കുറിച്ച് സംസാരിച്ച ഈ ട്രസ്റ്റിൻ്റെ പ്രസിഡൻറ്റ് അഡ്വക്കേറ്റ് ജോയ് തട്ടിൽ, വേദിയിലിരിക്കുന്ന എൻ്റെ സഹ ന്യായാധിപ സുഹൃത്തുക്കളെ, സീനിയർ അഭിഭാഷകരെ, മറ്റ് അഭിഭാഷക സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ അഡ്വക്കേറ്റ് CJ വർഗീസിൻ്റെ ഓർമ്മയ്ക്കായി ഉണ്ടാക്കിയ ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. 2022 വലിയൊരു ഫംഗ്ഷനോട് കൂടിയാണ് നമ്മളിത് ആരംഭിച്ചത് എന്നാണ് എൻ്റെ ഓർമ്മ. അഡ്വക്കേറ്റ് CJ വർഗീസ് 2009 കാലഘട്ടത്തിൽ ഞാനിവിടെ വരുമ്പോൾ കുറേയേറെ സിവിൽ ഫയലുകൾ ഉള്ള ഒരു അഡ്വക്കേറ്റായിരുന്നു. അന്ന് അഡ്വക്കേറ്റ്
CJ വർഗീസ് ഉണ്ടായിരുന്നു, അഡ്വക്കേറ്റ് സോമശേഖരൻ, അഡ്വക്കേറ്റ് ഗോപിനാഥ പണിക്കർ, പിന്നെ ഇപ്പോൾ ഉള്ള കുറേ സീനിയർ അഡ്വക്കേറ്റ്സും പേരെടുത്ത് പറയുന്നില്ല, അങ്ങനെ കുറേയേറെ അഡ്വക്കേറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ അഡ്വക്കേറ്റ് CJ വർഗീസിൻ്റെ ട്രസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇന്നിവിടെ ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. രാവിലെ മെഡിക്കൽ ക്യാമ്പോട് കൂടി തുടങ്ങി ഇപ്പോൾ സാറിൻ്റെ ഇൻസ്പയറിംഗ് സ്പീച്ച് വരെ എത്തി നിൽക്കുന്നു. ഇത് നമുക്ക് എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാവുന്ന ഒരു ദിവസം തന്നെയായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഡ്വക്കേറ്റ് CJ വർഗീസ് ആരാണ് എന്താണ് എന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എങ്കിൽ പോലും ഞാൻ മുൻസിഫായി തുടങ്ങിയ കാലത്ത് എനിക്ക് ഒരു ന്യായാധിപൻ, ഉദാഹരണത്തിന് ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, മലയാള അക്കങ്ങളൊന്നും എനിക്കറിയണ്ടായിരുന്നില്ല. അത് അഡ്വക്കേറ്റ് CJ വർഗീസ് ആണ് എന്നെ പഠിപ്പിച്ചു തന്നത്. പിന്നീട് ഞാൻ ഡയറി നോക്കി പഠിക്കാൻ തുടങ്ങി. മലയാള അക്കമൊക്കെ ഉണ്ടല്ലോ, അന്ന് അദ്ദേഹമാണ് ഓരോ ആധാരങ്ങളിലൊക്കെ ഡേറ്റ് ഇന്നതാണ്, ഈ മലയാളാക്ഷരം വന്നാൽ ഇതാണ് എന്ന് പറഞ്ഞത്. അത് നമുക്കൊരു മുതൽക്കൂട്ടാണ്. അതുപോലെ തന്നെ അദ്ദേഹം സർവേയിൽ ഒരു അഗ്രഗണ്യൻ തന്നെയായിരുന്നു. പല മേഖലകളിൽ അദ്ദേഹത്തിൻ്റെ നമുക്ക് പഠിപ്പിച്ചു തരും. അതാണ് ഒരു വക്കീലിന് വേണ്ട ഒരു കാര്യമെന്ന് തോന്നുന്നു. കോടതിക്ക് അറിയില്ലാത്ത കാര്യങ്ങൾ റൂഡായിട്ടല്ല, എന്നാൽ അത് തോന്നാത്ത രീതിയിൽ നമ്മെ പഠിപ്പിച്ച് വേണ്ടതായ ഒരു ഓർഡർ വാങ്ങിക്കാൻ ഒരു കഴിവ് ഉണ്ടാകുക, അതൊരു വലിയ കഴിവ് തന്നെയാണ്. അദ്ദേഹത്തിന് ആ കഴിവ് വളരെയധികം ഉണ്ടായിരുന്നു. ഒരു വ്യക്തിയെ നമ്മൾ മരിച്ചതിന് ശേഷവും ഓർത്തിരിക്കണമെങ്കിൽ അദ്ദേഹത്തിന് അത്രയും മനസ്സിൻ്റെ നന്മയും ആ വ്യക്തിത്വവും ഉണ്ടായിരിക്കണം. ഈ രണ്ട് ക്വാളിറ്റിയും അഡ്വക്കേറ്റ് CJ വർഗീസിന് ഉണ്ടായിരുന്നു. ഞാനിവിടുന്ന് 2012 പോയതിന് ശേഷവും അദ്ദേഹം ഞാനുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, അദ്ദേഹം മരണത്തിന് 4 ദിവസം മുമ്പ് വരെ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നതാണ്. അത് കാരണം എനിക്ക് പറയുമ്പോഴും ഒരു പേഴ്സണൽ ടച്ച് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴും നമ്മൾ എവിടെയാണ് എന്താണ് എന്ന് കോണ്ടാക്റ്റ് ചെയ്തിരുന്ന ഒരു വക്കീലായിരുന്നു അദ്ദേഹം. പിന്നെ ഈ ഒരു അവസരത്തിൽ ഇത് ആശംസകൾ അർപ്പിക്കേണ്ടിയിരുന്നത് ബഹുമാനപ്പെട്ട ജില്ലാ ജഡ്ജാണ്. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക തിരക്ക് മൂലമാണ് ഞാൻ ഇന്ന് ആ സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞാൻ ഇത് ഓർഗനൈസ് ചെയ്ത ഈ ട്രസ്റ്റിനും അതുപോലെ തന്നെ അതിന് വേണ്ട എല്ലാ സഹകരണങ്ങളും നൽകിയ ബാർ അസോസിയേഷനും എൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി അഡ്വക്കേറ്റ് ടോമിനെ ക്ഷണിക്കുന്നു. നമ്മളുടെ വേദിയിലെ നമ്മളുടെ ചടങ്ങിൻ്റെ അധ്യക്ഷൻ, ബാർ അസോസിയേഷൻ പ്രസിഡൻറ്റ് ശ്രീ അഡ്വക്കേറ്റ് തോമസ് ജോസഫ് സാർ, നമ്മുടെ ചീഫ് ജസ്റ്റിസ് ദേവരാമേന്ദ്രൻ സാർ, അതുപോലെ തന്നെ ഞങ്ങളുടെ ട്രസ്റ്റിൻ്റെ പ്രസിഡൻറ്റ് അഡ്വക്കേറ്റ് ജോയ് തട്ടിൽ, നമ്മളുടെ ഡിസ്ട്രിക്റ്റ് ആൻഡ് സെഷൻസ് ജഡ്ജ് വാണി മാഡം സാർ, ഈ ഒരു ചടങ്ങിലേക്ക് നന്ദി പറയുക എന്ന ഒരു ജോലിയാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ട്രസ്റ്റിൻ്റെ സെക്രട്ടറി എന്ന നിലയിലും CJ വർഗീസ് സാറിൻ്റെ മകൻ എന്ന നിലയിലും 2 വാക്ക് കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ക്ഷണം സ്വീകരിച്ച് നമ്മളുടെ ഈ ഒരു ഫംഗ്ഷനിലേക്ക് എത്തിയ നമ്മളുടെ ചീഫ് ഗസ്റ്റ് ശ്രീ ദേവരാമേന്ദ്രൻ സാറിന് ട്രസ്റ്റിൻ്റെ പേരിലും ബാർ അസോസിയേഷൻ്റെ പേരിലും ഞാൻ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അടുത്തത് നമ്മളുടെ അധ്യക്ഷൻ, ഈ ബാർ അസോസിയേഷൻ പ്രസിഡൻറ്റ്, നമുക്ക് അപരിചിതനല്ല അദ്ദേഹത്തെയും തോമസ് ജോസഫ് സാറിനെ നമ്മൾ ഈ വേദിയിലേക്ക് ഈ പങ്കെടുക്കുന്നതിലെ ചടങ്ങിലേക്ക് വന്നതിന് നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ഈ ട്രസ്റ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്ന അഡ്വക്കേറ്റ് ജോയ് തട്ടലിനും ഞാൻ ട്രസ്റ്റിൻ്റെ പേരിലും അതോടൊപ്പം ബാർ അസോസിയേഷൻ്റെ പേരിലും നന്ദി അർപ്പിക്കുന്നു. നമ്മളുടെ ഡിസ്ട്രിക്റ്റ് ആൻഡ് സെഷൻസ് ജഡ്ജ് KK ബാലകൃഷ്ണൻ സാർ, അദ്ദേഹം അറിയിച്ചു അദ്ദേഹത്തിന് വളരെ ഇമ്പോർട്ടൻ്റായ ഒരു മീറ്റിംഗ് വന്നുകൊണ്ടാണ് വരാൻ സാധിക്കാത്തതെന്ന്. അദ്ദേഹം വരാൻ താല്പര്യപ്പെട്ടിരുന്നൊരു വ്യക്തിയാണ്, വരുമെന്ന് പറഞ്ഞിരുന്നതാണ്. അദ്ദേഹം ഇല്ലെങ്കിൽ കൂടെ ഞാൻ അദ്ദേഹത്തിന് ഒരു നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മളുടെ അഡീഷണൽ ഡിസ്ട്രിക്റ്റ് ജഡ്ജ് ശ്രീ വാണി മാഡം സർ, എന്നിരുന്നാലും ഈ വേദിയിലെത്തി ഈ ഒരു ആശംസ നൽകുന്നതിന് വാണി മാഡം തന്നെയാണ്
പൂർണ്ണ അർഹത എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വാണി മാഡത്തിനും ഈ ഒരു ചടങ്ങിൽ ആശംസ അർപ്പിച്ചതിന് ട്രസ്റ്റിൻ്റെ പേരിലും അസോസിയേഷൻ്റെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മളുടെ സബ് ജഡ്ജ് ലക്ഷ്മി മാഡത്തിന് ട്രസ്റ്റിൻ്റെ പേരിലും അസോസിയേഷൻ്റെ പേരിലും ഈ ചടങ്ങിൽ സംബന്ധിച്ചതിന് ഞാൻ അതിയായി നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മളുടെ പ്രിൻസിപ്പൽ മുൻസിഫർ ശ്രീ റോവിൻ സാർ, അതുപോലെ അഡീഷണൽ മുൻസിഫർ മഹേഷ് സാർ, മജിസ്ട്രേറ്റ് ആമിന മാഡം എന്നിവർക്കും ഞാൻ എൻ്റെ പേരിലും ട്രസ്റ്റിൻ്റെ പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു. ഇവിടെ സന്നിധരായിരിക്കുന്ന എല്ലാ അഭിഭാഷകർക്കും സീനിയറായിട്ടുള്ള നമ്മുടെ ആർ കെ ദാസ് സാറ്, മനോജ് സാറ്, ശശിധരൻ സാറ്, പൊന്നപ്പൻ സാറ്, പ്രേംകുമാർ സാർ, ഇവരെ എല്ലാവരെയും പേരെടുത്ത് പറയാൻ പറ്റില്ല. എല്ലാവരും അച്ഛനായിട്ട് വളരെയധികം അടുപ്പമുള്ളവരാണ്. ഈ പറയുന്ന എല്ലാവരും ഒരു കുടുംബം പോലെ കഴിഞ്ഞിരുന്നവരുമാണ്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും എൻ്റെ പേരിലും ട്രസ്റ്റിൻ്റെ പേരിലും അതോടൊപ്പം അസോസിയേഷൻ്റെ പേരിലും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിച്ചു. എടുത്തു പറയേണ്ടത് നമ്മുടെ അഡ്വക്കേറ്റ് ക്ലർക്സ് നമ്മളോടൊപ്പം നിന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും ഈ ചടങ്ങ് വിജയകരമായി തീർക്കുന്നതിന് വേണ്ടി നമ്മളോടൊപ്പം സഹകരിച്ച എല്ലാ അഡ്വക്കേറ്റ് ക്ലർക്സിനും ഞാൻ എൻ്റെ പേരിലും ട്രസ്റ്റിൻ്റെ പേരിലും അസോസിയേഷൻ്റെ പേരിലും പ്രത്യേകം നന്ദി ബോധിപ്പിച്ചോളൂ.